എല്ലാവർക്കും മലയാളി കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൊത്തമര മെഴുക്കുവരട്ടിയാണ്. കൊത്തമര മെഴുക്കുവരട്ടിയിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: കൊത്തമര അരമണിക്കൂർ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നല്ല വെള്ളത്തിൽ നല്ലോണം കഴുകിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞതാണിത്. ഇതിൽ പിന്നെ ഒരു സവാളയും ഒരു തക്കാളി വേണം, കുറച്ച് വെളുത്തുള്ളി വേണം, വേപ്പില വേണം, കുറച്ച് നാളികേരം വേണം, അര സ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചത് വേണം, മഞ്ഞൾപ്പൊടി വേണം, ഉപ്പ്, മുളക് പൊടി. ഇനി നമുക്ക് കൊത്തമര മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ പറ്റിയുള്ള ഒരു പാന് എടുക്കണം. തീ നന്നായിട്ട് കത്തിച്ച് അതിലേക്ക് അല്പം റൈസ് ഓയിൽ ഒഴിക്കണം. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് കാഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഒരു സവാളയും ഒരു തക്കാളിയും കൂടി അരിഞ്ഞു വെച്ചതാണത്. അത് കൊടുക്കാം. വേപ്പില ഇടാം. തീ സ്വല്പം കുറയ്ക്കാം. വേഗം വാടാനായിട്ട് ഒരു പൊടി ഉപ്പ് ചേർക്കാം. സവോള വാടാനായിട്ട് ഇതിലേക്ക് ഒരു 5-6 ചുള വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സവാളയും തക്കാളിയും ഒരുവിധം വാടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള അര സ്പൂണ് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. അടുത്തായി ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിനുശേഷം ഒരു അര സ്പൂണ് മുളക് പൊടി ചേർക്കാം. നന്നായി വഴറ്റുക. ഇതിലേക്ക് കുറച്ച് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ മാത്രം നാളികേരം ചേർത്താൽ മതി. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ കുറച്ച് നാളികേരം ഇതിൽ ചേർക്കുന്നത് വിചാരിക്കും. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കൊത്തമര ചേർക്കാം. ഒരു 3/4 സ്പൂണ് ഉപ്പിടാം. 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. നല്ലപോലെ ഇളക്കി മൂടി വെച്ച് നന്നായി വേവിക്കുക. ഇപ്പോൾ നമ്മുടെ കൊത്തമര മെഴുക്ക് വരട്ടി വെന്തിട്ടുണ്ട്, പാകമായിട്ടുണ്ട്. ഇനി തീ ഓഫാക്കി കൊടുക്കാം. അങ്ങനെ കൊത്തമര മെഴുക്ക് വരട്ടി തയ്യാറായി. ഇത് വളരെ സ്വാദിഷ്ടമായ ഒരു മെഴുക്ക് വരട്ടിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.